മുൻകൂർ ജാമ്യമില്ല എന്ന വിവരം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് കോൺഗ്രസിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള വാർത്താക്കുറിപ്പ് മുന്നിലേക്ക് വന്നത്. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ രാഹുലിന്റെ വിഷയത്തിൽ ശക്തമായ നിലപാട് തന്നെയായിരുന്നു എടുത്തിരുന്നത്. രാഹുൽ രാജിവെച്ചില്ലെങ്കിൽ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. രാഹുലിനെ പിന്തുണച്ചിരുന്ന നേതാക്കളുടെ അവരുടെ വാക്കുകളെല്ലാം നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ ഈ രണ്ടാമത്തെ പരാതി ഉയർന്നു. അതോടുകൂടി ഇവർക്കും പിന്നോട്ട് പോകേണ്ടി വന്നു. രാഹുലിനെതിരെ ആദ്യ ആരോപണമുയർന്നപ്പോൾ രാഹുലിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്യുമ്പോൾ പക്ഷേ പാർട്ടിക്ക് മുന്നിലോ പോലീസിന് മുന്നിലോ രേഖാമൂലം ഒരു പരാതി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ അതല്ല സാഹചര്യം. പാർട്ടിക്ക് മുന്നിൽ പരാതിയുണ്ട്, പോലീസിന് മുന്നിൽ പരാതിയുണ്ട്. പോലീസ് കേസെടുത്തു. രാഹുൽ ഒളിവിലാണ്. രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയല്ലാതെ മറ്റൊരു മാർഗവും കോൺഗ്രസിന് മുന്നിലുണ്ടായിരുന്നില്ല. പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും സ്ഥാനാർത്ഥിമാരായും സ്ഥാനാർത്ഥിക്കൊപ്പവും വീടുകൾ കയറിയിറങ്ങുകയാണ്. കൈപ്പത്തി ചിഹ്നത്തിലും UDF-ന് വേണ്ടിയും വോട്ട് തേടുകയാണ്. ആ ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥികൾക്ക് നേരെയും പ്രവർത്തകർക്ക് നേരെയും ഉയരുന്ന ആദ്യ ചോദ്യം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടാണ്. ശബരിമലയടക്കം രാഷ്ട്രീയമായി ഉപയോഗിക്കാവുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആ വിഷയങ്ങളെല്ലാം രാഹുൽ എന്ന ഒരൊറ്റ വിഷയത്തിൽ മുങ്ങിപ്പോയതിൽ നേതൃത്വത്തിനും കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ രാഹുലിനെ പുറത്താക്കണമോ വേണ്ടയോ എന്ന ചോദ്യത്തിൽ രണ്ടഭിപ്രായമായിരുന്നു പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നത്. കൂട്ടത്തിലിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം കോൺഗ്രസ് എടുത്തു. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞു, പാർട്ടിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇത്തരം കാര്യങ്ങളിൽ എൻ്റെ നിലപാടുകൾക്കില്ല. പരിപൂർണമായും ഞാനൊരു പാർട്ടിക്കാരനാണ്. ഞാനതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ എടുത്ത നടപടികളിലൊന്നും അതിനൊരു തരത്തിലുമുള്ള വിഘാതം സൃഷ്ടിക്കുന്ന നിലപാടുകൾ ഞങ്ങളാരും കൈക്കൊണ്ടിട്ടില്ല. ഏറ്റവും ഒടുവിൽ രാഹുലിനെ പുറത്താക്കിക്കൊണ്ട് KPCCയുടെ വാർത്താക്കുറിപ്പിറങ്ങി. ജാമ്യ ഹർജിയിൽ കോടതി എന്തു തീരുമാനമെടുക്കും എന്നുള്ളത് കാത്തിരിക്കാനായിരുന്നു നേതൃത്വത്തിൻ്റെ പൊതു തീരുമാനം. കോടതിയുടെ തീരുമാനം വന്നതിന് മിനിറ്റുകൾക്കകം തന്നെ രാഹുലിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി. രാഹുൽ MLA സ്ഥാനം രാജിവെക്കുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കുമ്പോൾ പിന്നെ എന്തിന് പാലക്കാട്ടെ ജനങ്ങൾ MLA ആയി അംഗീകരിക്കണമെന്ന ചോദ്യമാകും വരും ദിവസങ്ങളിൽ ഉയരുക. ഇനി MLA സ്ഥാനത്ത് തുടരാതിരിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത്. കാരണം പാർട്ടിയാണല്ലോ MLA ആക്കിയത്. ഏതായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതൊരു സന്ദേശമാണ്. രാഹുലിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ MLA സ്ഥാനം കൂടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാനാണ് KPCCയിലെ നിലവിലെ ധാരണ. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.